ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ. ഞാൻ രോഷ്നി. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ട് അല്ലേ? ഞാനും ദൈവാനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു. വളരെ റെയർ ആയിട്ടുള്ള കുറച്ച് റെയർ വെറൈറ്റി അഡിനിയംസ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. വെൽവെറ്റ് മെറൂൺ ഉണ്ട്, ഡാർക്ക് വയലറ്റ് കളറ്, പർപ്പിൾ കളറ്, ഫിലോട്ടസ് വെറൈറ്റി, അങ്ങനെ യെല്ലോ ഉണ്ട്. യെല്ലോ ഏറ്റവും ഫേവറേറ്റ് ആണ് ആൾക്കാരുടെ. അതുപോലെ ഡാർക്ക് റെഡ്, അതുപോലെ ഫെറാറി വെറൈറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ പ്ലാന്റ് സൈസ് ഒക്കെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കാണുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രിയപ്പെട്ട ചെടി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ എല്ലാവർക്കും ഇതുവരെ എനിക്ക് തന്ന സ്നേഹത്തിൻ്റെ സപ്പോർട്ടിനൊക്കെ 1000 നന്ദി. പിന്നെ നമ്മുടെ ഗീവ് വളരെ നന്നായിട്ട് ഗീവ് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് സ്നേഹം. പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ, ഫോൺ പേ ആണ്, നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ DTDC, പ്രൊഫഷണൽ കൊറിയർ ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങളുടെ സ്ഥലത്ത് ഏതാണോ ഓക്കെ ആവുന്നത് ആ അഡ്രസ്സിലേക്ക് നമ്മൾ ഒരു 2-3 ഡേയ്സിനുള്ളിൽ നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ അഡിനിയം, ഈ വീഡിയോ കാണുന്ന അഡിനിയംസ് ഏതെടുത്താലും എത്ര പ്ലാൻസ് നിങ്ങൾക്ക് ഒന്നിച്ചെടുക്കാൻ പറ്റുമോ അത്രയും പ്ലാൻസിനും ഈ ഓൺലി 80 റുപ്പീസ് മാത്രം നമ്മുടെ ഡ്രീമി ഗാർഡൻ കൊറിയർ ചാർജ് ഈടാക്കുന്നുള്ളൂ കേട്ടോ. അതൊരു ഡ്രീമി ഗാർഡൻ്റെ ഓഫറാണ്. അതുപോലെ പ്ലാന്റ് സൈസിൻ്റെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിശദമായിട്ട് അത് കണ്ട് മനസ്സിലാക്കണം. ഒരുപാട് വളരെ റെയർ കളറുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത് മാക്സിമം. അതുപോലെ അഡിനിയം അറബിക്കും അവൈലബിൾ ആണ്. അതിൻ്റെ വീഡിയോ ആയിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പല സൈസിലുള്ള അഡിനിയം അറബിക്കും ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്പെഷ്യൽ പ്രീമിയം ക്വാളിറ്റി ബോൺ മീലുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ബോൺ മീൽ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ ചെടി അത് നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ ഹെൽത്തി ആവുന്നില്ല. അഡിനിയം ആണെങ്കിൽ അതിൻ്റെ കോഡക്സ് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നില്ല. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ പ്ലാന്റ്സ് കാണിക്കുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് അഡിനിയം നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നത്, എങ്ങനെയാണ് പൂക്കൾ എങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ പ്രീമിയം ക്വാളിറ്റി ബോൺ മീൽ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മണ്ണിൽ അത് അബ്സോർബ് ചെയ്യുന്ന വളരെ ഒരു ഫൈൻ പൗഡറായിട്ടാണ് അതിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ നാട്ടിൽ അത് അവൈലബിൾ അല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാനത് അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പൂക്കൾ കൊണ്ട് നിറയാനായിട്ട് അപ്പോൾ സ്പെഷ്യൽ വൈറ്റ് DAP ഉണ്ട്. 100% റിസൾട്ടാണ്. അറിയാമല്ലോ, നിങ്ങൾക്കതൊക്കെ അറിയാവുന്നതാണ്. അഡിനിയം ആവശ്യമുള്ള അഡിനിയം വാങ്ങിക്കുന്ന എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നതായിരിക്കും. എങ്കിലും ഈ സ്പെഷ്യൽ വൈറ്റ് DAPയും ഈ പ്രീമിയം ക്വാളിറ്റി ബോൺ മീലും വളരെ എഫക്റ്റീവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റേതായൊരു വളരെ നല്ല റിസൾട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ പുതിയ പ്ലാന്റിൻ്റെ റീപോർട്ടിങ്ങിനെ കുറിച്ചും, അതുപോലെ നമ്മുടെ പ്ലാന്റ് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ഒരു ഡൈയിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അഡിനിയത്തിന് എങ്ങനെ നമ്മൾ പൂർവ്വസ്ഥിതിയിൽ വളരെ ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അത് കണ്ട് മനസ്സിലാക്കി. അതുപോലെ നമ്മുടെ അഡിനിയം വളരെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ മഴയും അഡിനിയവും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം തന്നെ ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ മഴയത്ത് ഇരിക്കുന്ന പ്ലാന്റ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ നഴ്സറിയിൽ വെക്കുന്ന പ്ലാന്റ്സിനെക്കാട് ഹെൽത്തി ആയിട്ട് മഴയത്താണ് പ്ലാന്റ്സ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. പോട്ടി മിക്സ് നല്ലതാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും വരത്തില്ല. പിന്നെ നമ്മുടെ എന്തെങ്കിലും ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ലീഫിന് എന്തെങ്കിലും ചിലപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ഇലകളൊക്കെ മഞ്ഞ കളറാകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ചെടി എത്ര നല്ല ചെടിയായാലും വാങ്ങിച്ച് കൊണ്ടുവച്ചിട്ട് പിന്നെ അങ്ങോട്ട് നമ്മൾ അതിൻ്റേതായ രീതിയിൽ ഓരോ ചെടിയെപ്പറ്റി മനസ്സിലാക്കി അതിനെ സംരക്ഷിക്കുമ്പോഴാണ് അത് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ഈ വീഡിയോസിൽ ഈ നമ്മുടെ ചാനലിൽ ഒരുപാട് പ്ലാന്റ് സംബന്ധമായിട്ടുള്ള ഒരുപാട് അറിവുകൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കതൊക്കെ പ്രയോജനപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് അതിനെപ്പറ്റി കമൻറ്റ് ചെയ്താൽ, ഇനിയും എന്തെങ്കിലും പുതിയ സബ്ജക്റ്റ് നിങ്ങൾക്ക് പ്ലാന്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ബോക്സിലോ പേഴ്സണലി മെസ്സേജോ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേ അറബിക്കും ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ടുള്ള അറബിക്കും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ എന്നോട് വാട്സപ്പിൽ ചോദിച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് പ്ലാന്റ് സൈസൊക്കെ കണ്ട് മനസ്സിലാക്കി എല്ലാം കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒത്തിരി സന്തോഷം, ഒരുപാട് സ്നേഹം. താങ്ക്സ് ഫോർ വാച്ചിങ്.